അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു. ലോകത്തെ സ്വാധീനിച്ച 500 ആളുകളുടെ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ ഒരേ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം മതപണ്ഡിതൻ, അതും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് എന്നുള്ള കെ വിഭാഗത്തിൻ്റെ വളരെ വലിയൊരു പണ്ഡിതൻ, അവരുടെ കേന്ദ്ര മുഷാവറ അംഗമായ ഒരു പണ്ഡിതനാണ് ലോകത്തെ സ്വാധീനിച്ച 500 വ്യക്തികളിൽ ഉള്ള ഒരാളായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു പണ്ഡിതനാണ് ഇടം പിടിച്ചെന്നാണ് ആ വാർത്ത ഉണ്ടായിരുന്നത്. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനത് ഷെയർ ചെയ്തിരുന്നു. കാരണം നമുക്ക് സന്തോഷമായ കാര്യം, നമ്മളൊരു മലയാളി, അതും ഒരു മുസ്ലിം മതപണ്ഡിതൻ ലോകത്തെ സ്വാധീനിച്ച 500 വ്യക്തികൾ ഒരാളായിട്ട് മാറുന്നത്. അപ്പോൾ ജോർദാനിലെ അമ്മാനിലെ ഒരു റോയൽ ഇസ്ലാമിക് സെൻറ്റർ എന്നുള്ളൊരു സ്ഥാപനം അമേരിക്കയിലെ സർവകലാശാലയുമായിട്ട് സഹകരിച്ചിട്ടാണ്, കൊളാബ് ചെയ്തിട്ടാണ് ഇങ്ങനെ ലോകത്തെ സ്വാധീനിച്ച 500 വ്യക്തികളെ പരിഗണിച്ചിട്ടുള്ളത്. അതിലാണ് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാളായിട്ട് ഈ ഒരു മുസ്ലിം മതപണ്ഡിതൻ വന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാൻ വകവരുന്ന ഒന്നാണ്. അങ്ങനെ ഞാനത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സമയത്ത് വേറൊരു വാർത്ത, ഇതേപോലെ തന്നെ 500 സ്വാധീനിച്ച വ്യക്തികൾ ഒരാളായിട്ട് സാദിൻ സ്ഥാപനങ്ങളൊക്കെ മേധാവിയായ ഖലീൽ ബുഖാരി തങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്ന വാർത്ത. സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം. ഇപ്പം ഞാൻ കരുതി, നേരത്തെ പറഞ്ഞപ്പോൾ ഒരാൾ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇതാ ഖലീൽ ബുഖാരി തങ്ങളുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ നമ്മൾ അതിനേക്കാളേറെ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വാർത്തയിലുള്ളത് കാന്തപുരം ഉസ്താദും ആ 500-ൽ ഒരാളുണ്ട്. അപ്പോൾ എല്ലാത്തിലും അവകാശപ്പെടുന്ന എന്താണ്, ഇന്ത്യയിൽ നിന്ന് ആകെ ഒരാൾ മാത്രമാണ് ലോകത്തെ സ്വാധീനിച്ച 500 വ്യക്തികളിൽ ഒരാളായിട്ടുള്ളൂ. അതിൽ ആദ്യം കേട്ടത് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഉസ്താദാണ്, പിന്നെ കേട്ടത് ഈ ഖലീൽ ബുഖാരി തങ്ങളാണ്, പിന്നെ കേട്ടത് കാന്തപുരം ഉസ്താദുമുണ്ട്, കാന്തപുരം ഉസ്താദും ഖലീൽ ബുഖാരി തങ്ങളും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഓരോരുത്തരും അവകാശപ്പെടുന്നത് ഞങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു മതപണ്ഡിതൻ മാത്രമാണ് ലോകത്തെ സ്വാധീനിച്ച 500 വ്യക്തികളിൽ ഒരാളായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാനതൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ 2026 വർഷത്തിലത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ജോർദാനിലെ അമ്മാനിൽ നിന്നുള്ള ഒരു റോയൽ ഇസ്ലാമിക് സെൻറ്റർ എന്നുള്ളൊരു സ്ഥാപനം അമേരിക്കയിലെ സർവകലാശാലയുമായി കൂടി ചേർന്നിട്ടാണ് ആ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ യമനിൽ നിന്നുള്ള ഒരു വലിയ സൂഫി ഗുരു ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു ആരുടെ പേരാണ്? ഈ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് എന്ന ഉസ്താദിൻ്റെ പേരാണ് അതിലാകെ ഉള്ളൂ. ബാക്കിയുള്ള ഖലീൽ ബുഖാരി തങ്ങളുടെയോ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെയോ ഒന്നും പേരതിലില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയിലേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വളരെ വലിയൊരു സൂഫി ഗുരുവിൻ്റെ ഒരു പേരക്കുട്ടി കൂടിയാണ് ആര്? ഈ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദേശ സർവകലാശാലകളൊക്കെ ആയിട്ട് ബന്ധമുള്ള വലിയൊരു മതപണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല. അപ്പോൾ ഞാൻ ആ പട്ടിക എടുത്ത് നോക്കുന്ന സമയത്ത് 2026 കൊടുത്തൊരു പട്ടികയാണുള്ളത്. അപ്പോൾ 2025 പട്ടികയിലും ഇതേ ആളുകൾ തന്നെയാണ്, 2024 പട്ടികയിലും ഇതേ ആളുകൾ തന്നെ. സത്യത്തിൽ അതായത് ഇതൊരു ഗൗരവമുള്ളൊരു സംഗതിയെ പോലും അല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വാർത്ത വരണ്ടേ? സുപ്രഭാതം പത്രത്തിൽ ഇതിൻ്റെ ഒരു വാർത്തയില്ല. എന്തിന്? ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഉസ്താദ് പോലും തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്ത പങ്കുവച്ചിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ ഒരു കുറിപ്പ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെ സംസ്ഥയുമായി ബന്ധപ്പെട്ട എവിടെയും ഇതിൻ്റെ ആധികാരികത പറയുന്ന ഒരു വിവരങ്ങളില്ല. അപ്പോൾ ഇതാരോ പടച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഉസ്താദിൻ്റെ മഹത്വങ്ങൾ പറയാൻ ഇല്ലാത്തത് പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം വളരെ ഉന്നതനായ പണ്ഡിതനാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതും അദ്ദേഹം അങ്ങനെയാണ്, വഹാബി പ്രചാരകരാണ്, നമ്മൾ അത്തരം വിമർശനങ്ങളോ വിയോജിപ്പുകളൊന്നും ദയവ് ചെയ്തിട്ട് നമ്മളത് മുഖവിൽ എടുക്കേണ്ട ആവശ്യങ്ങളില്ല. എല്ലാ ആളുകളെക്കുറിച്ചും പോസിറ്റീവ് അഭിപ്രായങ്ങളുണ്ടോ നെഗറ്റീവ് അഭിപ്രായം, അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ പറയും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടങ്ങൾ കാണും, ഇഷ്ടപ്പെടാത്തവർക്ക് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് കുറ്റപ്പെടുത്തും. അപ്പോൾ ഇതൊരു കാര്യമായ പട്ടിക അല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നുണ്ടാവുക? അപ്പോൾ ആ ഒരു പട്ടികയിൽ ആരുടെ പേര് മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഉസ്താദ് ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അന്നത് വാർത്ത വന്നിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ആ പഴയ പട്ടിക തന്നെ വേറെ ആരോ വീണ്ടും പുതുക്കിയിട്ടതാണ്. അപ്പോൾ ഇതൊരു കാര്യമായ ഒരു ലോകത്തെ സ്വാധീനിക്കാൻ മാത്രം ഇന്ത്യയിൽ നിന്ന് ഒരാൾ എന്ന് പറയാൻ ഒരു കാര്യം നമ്മൾ ജെനുവിൻ ആലോചിച്ച് നോക്കുക. അങ്ങനെ ലോകത്തെ സ്വാധീനിക്കാൻ മാത്രം ഉണ്ടാവുമോ? ബഹാവുദ്ദീൻ ഞാൻ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല ഒരു മഹാപണ്ഡിതനെ. ഇൻഷാ അല്ലാഹ് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുൻപ് ഇത്രയും മഹാപണ്ഡിതന്മാരുമായി നേരിൽ കാണാൻ സംസാരിക്കാന്ന് പറഞ്ഞ ഭാഗ്യമല്ലേ. പിന്നെ കാന്തപുരം ഉസ്താദിന് കിട്ടിയോ എന്നുള്ളതാണ്. കാന്തപുരം ഉസ്താദിന് ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹത്വം 10 മടങ്ങ് വലുതാണ്. ഒരുപാട്
പുരസ്കാരങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയ വലിയൊരു പണ്ഡിതനാണ് ആര് കാന്തപുരം ഉസ്താദ്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കാന്തപുരം ഉസ്താദിന് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഒഫീഷ്യൽ പേജിൽ അത് വന്നിട്ടില്ല. കാന്തപുരം ഉസ്താദിൻ്റെ ഒഫീഷ്യൽ പേജിലില്ല, മർക്കസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും അറിയിപ്പില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാന്തപുരം ഉസ്താദിന് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രചാരം. കാന്തപുരം ഉസ്താദിന് മാത്രമല്ല ഖലീൽ ബുഖാരി തങ്ങൾക്കും ഇത് കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഖലീൽ ബുഖാരി തങ്ങളുടെ പേജ് ഞാൻ അടുത്ത് പരിശോധിച്ച് നോക്കി, അവിടെയും ഇങ്ങനെ ഒരു കുറിപ്പില്ല. എന്നാൽ പിന്നെ സിറാജിലൊരു വാർത്ത വരണ്ടേ, സിറാജിൽ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മതപണ്ഡിതർക്ക് കിട്ടുന്ന ഒരു പുരസ്കാരം. ഇപ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് റഷ്യയിൽ പോയി അവിടുന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇപ്പോൾ ലോകത്ത് ഒരുപാട് പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ഒരു വലിയൊരു ഉന്നത മതപണ്ഡിതനാണ് ആര്, ഖലീൽ ബുഖാരി തങ്ങൾ. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുരസ്കാരം ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ആ പേജിൽ ഉണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാൽ ഇതാരോ വല്ല PR ആളുകളോ എന്തോ എന്നറിഞ്ഞോ, അദ്ദേഹം സ്നേഹിക്കുന്നവരാണോ ദേഷ്യമുള്ളവരാണോ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ലോകത്തെ സ്വാധീനിച്ച 500 മതപണ്ഡിതരിൽ 500 വ്യക്തികൾ, 500 മതപണ്ഡിതരല്ല കേട്ടോ, 500 വ്യക്തികൾ. അതിൽ സൽമാൻ രാജകുമാരനുണ്ട്, അതേപോലെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാനുണ്ട്. അവരെയൊക്കെ പട്ടികയിലാണ് ഇപ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞത്. പക്ഷെ അതിന് പ്രൂഫ് പോലും ഇല്ല. ബഹാവുദ്ദീൻ ഉസ്താദ് കോരിയാട് ഉസ്താദിന് പ്രൂഫെങ്കിലും ഉണ്ട്. പഴയ 2023-24 ഒരേ പ്രൂഫ് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് അവ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ലോകത്തെ സ്വാധീനിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ അവരവരെ ഈ ഹുബ്ബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ മാത്രം പ്രചാരമുള്ള ആളുകളാണ്. ആ പട്ടികയിലുള്ള ആളുകൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന ആളുകളും ഭരണാധികാരികളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരൊരു പക്ഷേ താല്പര്യത്തിന് പടച്ചുവിട്ടതാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ ബഹാദുർ നബി കൂരിയാട് ഉസ്താദിനെ ഇഷ്ടമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ വിരോധമുള്ളവരുണ്ടാവും, കാന്തപുരം ഉസ്താദിനോട് വിരോധമുള്ളവർ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വിരോധം മൂത്തിട്ട് ഇതിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ട്, ഇങ്ങനെ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ പട്ടികയിൽ ഇടം പിടിച്ച സംഭവം തന്നെ അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല. അത് വെറുതെ ഓരോരുത്തരെ അടിച്ചു വിടുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി അതിനോട് അതെല്ലാം അത് ഭയങ്കര സംഭവമാണ്, അന്താരാഷ്ട്ര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തന്നോളൂ, ഞാൻ തിരുത്തി പറയാൻ തയ്യാറാണ്. എൻ്റെ അന്വേഷണത്തിൽ ലഭിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാന്തപുരം ഉസ്താദാണെങ്കിലും ഖലീൽ ബുഖാരി തങ്ങളാണെങ്കിലും ബഹാവുദ്ദീൻ നബി കൂരിയാട് ഉസ്താദാണെങ്കിലും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ വിജയിച്ച ആളുകളും ഉന്നതമായ വ്യക്തിത്വങ്ങളാണ്, വലിയ മതപണ്ഡിതരാണ്, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വേറൊരു സന്തോഷം. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. ഞാനിവിടെ നാട്ടിലില്ല, ഞാനിന്ന് ഏർവാടിയിലാണുള്ളത്. ഞാൻ ഇന്നലെ ഏർവാടിക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ നമ്മുടെയൊക്കെ നാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു. നിങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ആരാണ് ജയിച്ചത്? നിങ്ങളുടെ സ്ഥാനം ജയിച്ച ഈ പാർട്ടി, UDF, LDF, അല്ലെങ്കിൽ നിങ്ങൾ NDA വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ LDA, നിങ്ങൾ ജയിച്ച നിങ്ങളുടെ വാർഡിൽ, അതായത് നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ ഏത് പാർട്ടിയാണ് ജയിച്ചതെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. അറിയാലോ നിങ്ങൾ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ജയിച്ചോ പാസ്സായെന്നുള്ളപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളൊക്കെ കഴിഞ്ഞു, പരസ്പര വിരോധങ്ങളൊക്കെ ഒഴിവാക്കാം. ഇതൊന്നും വേണ്ട. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മൾ വിവിധ കക്ഷി മുന്നണികളിലൊക്കെ നിന്നിട്ടുണ്ടാവും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ടെങ്കിലൊക്കെ പൊരുത്തപ്പെടിക്കാം. വിജയിച്ച ആളുകൾ നാടിന് നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ വിജയിച്ചത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു സന്തോഷം പങ്കുവെക്കാനുള്ളത് ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തോന്നും ഇയാൾ കാന്തപുരത്തിൽ, ഞാൻ ഒന്നിൻ്റെ ആളല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരാളാണ്. എനിക്ക് കാന്തപുരം ഉസ്താദിൻ്റെ ആളാവണമെന്നില്ല, ബഹാദുർ നബി കൂരിയാട് ഉസ്താദിൻ്റെ ആളാവണമെന്നില്ല, ഖലീൽ ബുഖാരി തങ്ങളുടെ ആളാവണമെന്നില്ല. ഇവരെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരെയും, ഈ ഭൂമിയിലുള്ള സർവ്വത്തിനെയും സ്നേഹിക്കാനാണ് എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചത്. ഏത് മനുഷ്യനാവട്ടെ, ഏത് വിഭാഗക്കാരനാവട്ടെ, ഏത് വർഗ്ഗക്കാരനാവട്ടെ, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും അവരെ ആദരിക്കുക, ആദരവോടുകൂടി കാണുക. അതിന് ഒന്നിൻ്റെയും ആളാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം അങ്ങനെ 500 മതപണ്ഡിതന്മാരിൽ ഒരാളായിട്ട് കണ്ടെത്തിയെന്നൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പങ്കുവച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞൊരു വീഡിയോക്ക് എല്ലാവരും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഒട്ടകം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ ഖുർആന് ഒന്നാമതായിട്ട് ക്രോഡീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ആ ക്രോഡീകരിച്ച ഖുർആന് ആരുടെ കയ്യിലാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.